ബിഗ് ബോസ് സീസൺ 7 ഏകദേശം ഒരു അവസാന ലാപ്പിലേക്കൊക്കെ ഓടിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുവെ നമുക്ക് എല്ലാ സീസണുകളിലും എടുത്തു വെച്ച് നോക്കിയാൽ വളരെ വീക്കായിട്ടുള്ള ഒരു സീസണാണ് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 7. പൊതുവെ ബിഗ് ബോസ് കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയി ഈ ഒരു 7ന്റെ പണി എന്ന് പറയുന്ന ഒരു കണ്ടന്റും അതുപോലെയുള്ള ആ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ട് ഒരുപാട് ടോപ്പിക്കുകളും ഹൗസിനുള്ളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിലവാരമില്ലാത്ത മത്സരാർത്ഥികൾ ഈ എല്ലാതരം ടോപ്പിക്കുകളെയും നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഹൗസിനുള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ന് വിലയിരുത്തുന്നതും നിലവിലുള്ള മത്സരാർത്ഥികളിൽ കുറച്ചെങ്കിലും ഒന്ന് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നമുക്കൊരു ടോപ്പ് 5 പ്രതീക്ഷിക്കാൻ കഴിയുന്ന മത്സരാർത്ഥികൾ ആരാണ്, അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലുണ്ടായ കുറച്ച് വിഷയങ്ങളുമാണ് ഞാൻ ഇന്ന് എന്റെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൗസിനുള്ളിൽ വളരെയേറെ സീരിയസ് ആയി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് PR-മായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ തന്നെ. അപ്പം PR-ന്റെ കാര്യങ്ങൾ നമ്മൾ പൊതുവെ അത് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ തന്നെ PR-ന്റെ ആ ഒരു കാര്യം സംസാരിക്കാതെ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. കാരണം ഇവിടെ ആരിപ്പോ ആർക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്താലും അവരെല്ലാരും തന്നെ അവരറിയാതെ ആ ആളുടെ PR-ആയി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റിനെ ഇവിടെ തിരഞ്ഞെടുക്കാൻ ആളുകൾക്ക് സംശയമാണ്. കാരണം തനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റിനെ കുറിച്ച് പൊതു ഇടത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ ആ പറയുന്ന ആള്, അത് ആരും തന്നെ ആയിക്കോട്ടെ, അയാൾ അവരുടെ PR-ആയി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സോഷ്യൽ ഇടത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. പൊതുവെയുള്ള എല്ലാ ആഴ്ചകളെയും ഒന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വീക്കാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വിഷയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഒരു തരത്തിലും സബ്ജക്റ്റുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പിന്നെയും വിഷയങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നതായിട്ടും, എന്തിനേറെ ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞ് ക്ലോസ് ചെയ്ത ടോപ്പിക്കുകൾ പോലും അവിടെ പലരും ഓപ്പൺ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. വ്യക്തമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ പറയുകയുണ്ടായി, കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് അനുസരിച്ച്, അതായത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ആ വീക്കിലുണ്ടായ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾ ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന്. പക്ഷെ അവിടെയുള്ള ആളുകൾ വ്യക്തമായ ഗ്രൂപ്പിസം വെച്ചുകൊണ്ട്, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഈ എൻ്റെയർ എപ്പിസോഡിൽ ആ പറയുന്ന, അതായത് ആരെയാണോ അവർ നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആളോടുള്ള പേഴ്സണൽ റിവെഞ്ച് തീക്കുന്നതിനുള്ള ഒരു സ്പേസ് ആക്കി ആ ഒരിടത്തെ മാറ്റി. കുറച്ച് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ആളുകൾ ഇന്നും ഹൗസിനുള്ളിലുണ്ട്. വളരെ വ്യക്തമായിട്ട് അത് ഇന്ന് മലയാളികൾക്ക് അറിയാം. അത് അനുമോൾ, ആദില, നൂറ, ഷാനവാസ്. ഇപ്പോ ആ ഒരു സെഷനിലേക്ക് എനിക്ക് തോന്നുന്നു ആര്യനും കൂടി വന്ന് ലൂപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ ജിസയിൽ പുറത്തു പോയതിനു ശേഷം ആര്യൻ ചില ഗെയിമുകൾ മാറ്റി തന്റെ ആ ഗെയിമിലേക്ക് തിരിച്ചെത്തുകയും വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഗെയിമറായിട്ട് ആര്യൻ മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ക്വാളിറ്റിയുള്ള ആര്യന്റെ ഒരു മാറ്റത്തിനോടൊപ്പം തന്നെ ആര്യൻ എടുത്തിട്ടുള്ള ഒരു ടേക്കാണ് എവിടെയെങ്കിലും ഒന്ന് സോഫ്റ്റ് കോർണറായി നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ചില ഒരു ടീമിന് വേണ്ടി ഒന്ന് റൗണ്ട് അപ്പ് ആവുന്ന ഒരു ആര്യനെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നൊരു സംശയം. അങ്ങനെ ഇവിടെ അവർക്ക് ഈ പറയുന്ന ഗ്രൂപ്പുകൾക്ക് ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ അവിടെ ഇപ്പൊ പറ്റും. കാരണം അവിടുത്തെ മത്സരാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഉള്ളതിനകത്തുള്ള ഗ്രൂപ്പിന് ഇച്ചി ബലം കൂടും അവിടെ നോമിനേഷൻ സമയങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവർ വ്യക്തമായിട്ട് നോമിനേറ്റ് ചെയ്ത് അവരുടെ ടാർഗറ്റുകളായ ആളുകൾ ആരാണോ അവരെ അവർക്ക് ജയിലിലേക്ക് അയക്കാൻ കഴിഞ്ഞു. വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ ആണ് അവിടെ നടന്നതെന്നുള്ളത് പൊതുവെ മലയാളികൾക്ക്, ഈ ഷോ കാണുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതൊരു അൺഫെയർ ജയിൽ നോമിനേഷൻ തന്നെയായിരുന്നു. കാരണം 4ാമത്തെ തവണയാണ് അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അവിടെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അനീഷിനെ നമുക്കറിയാം, തുടക്കത്തിലെ ഒരുപാട് കല്ലുകടികൾ ഉണ്ടാക്കി, ഒരുപാട് അരോചകങ്ങൾ സൃഷ്ടിച്ച് പിന്നെ മലയാളികളുടെ ഇടയിൽ വളരെയേറെ ആക്റ്റീവായിട്ടൊരു സ്പേസ് കണ്ടെത്തിയ തന്റെ കഴിവുകൾ കൊണ്ട്, എഫേർട്ട് കൊണ്ട്, അതിന് PR ഉണ്ടോ ഇല്ലേ എന്നുള്ളതെല്ലാം അവരുടെ പേഴ്സണൽ സ്പേസിൽ നിൽക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും PR ഉണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷെ അനീഷിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ വഴി ഒരു PR അവിടെ എത്തിയിട്ടുണ്ടാവും. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സ്പേസ് അവിടെ വന്നതിന് ശേഷമാണ് എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. ഇവിടെ പലരും പറയുന്നു അനീഷ് ഒരു കോമണർ അല്ല, അനീഷ് ഒരു സെലിബ്രിറ്റി ആണ് എന്ന്. പക്ഷെ ആയിരിക്കാം, പക്ഷെ ആ സെലിബ്രിറ്റിയെ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതും ഈ പറയുന്ന ആളുകൾ പറയണം. കാരണം ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഈ പറയുന്ന ആളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോയി തപ്പി ഈ പറയുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിച്ച ആളുകളാണ് ഈ പറയുന്ന എന്ന് നമ്മൾ തിരിച്ചറിയണം. പൊതുവെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതിരുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു കോമണറായി വന്ന അനീഷ് തന്നെയാണ്. പിന്നെ തന്റെ കഴിവ് കൊണ്ട് അവിടെ നിന്നപ്പോൾ അത് പലതരത്തിലാണ്. ചില സമയങ്ങളിൽ വളരെ അരോചകമായിട്ടുള്ള ഒരു അനീഷ് നമുക്ക് കാണാൻ കഴിയുന്നു,
ചില സമയങ്ങളിൽ വളരെ എന്റർടൈനർ ആയിട്ടുള്ള അന്വേഷണം നമുക്ക് കാണാൻ കഴിയുന്നു. ചില നേരങ്ങളിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഇൻവോൾവ് ആവുന്ന ഒരു അന്വേഷണം നമുക്ക് ഹൗസിനുള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഒത്തിരി കണ്ടന്റുകൾ ജനത്തിന് കൊടുത്തിട്ടുള്ള ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ ജനം അതുകൊണ്ട് ആരാണ് അന്വേഷണം എന്ന് അറിയാൻ വേണ്ടി പൊതുവെ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഒന്ന് പരതുമ്പോൾ അദ്ദേഹത്തിന് പണ്ട് മീഡിയയിൽ ഈ പറയുന്ന 5 വർഷം ബിഗ് ബോസിന് വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാൾ തീർച്ചയായിട്ടും മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ തന്റെ ഒരു പേര് ഫെയിം ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ പറയുന്ന പ്രോഗ്രാമുകളിലായാലും ഇവൻ ഈ പറയുന്ന ഒരു ബുക്ക് എഴുതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്രയത്നമല്ലേ, അത് അദ്ദേഹത്തിന്റെ കഴിവല്ലേ, അദ്ദേഹത്തിന്റെ ഒരു സർഗവാസനയാണ്. ഈ എഴുത്ത്, വായന, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, പടം വരപ്പ്, ഇതെല്ലാം തന്നെ ഒരാളുടെ മനസ്സിലുള്ള സർഗവാസന. അത് അദ്ദേഹത്തിൻ്റെതായ ഇഷ്ടപ്രകാരം അദ്ദേഹം എഴുതിയ ഒരു കഥ അദ്ദേഹത്തിന്റെ തന്നെ പൈസ കൊണ്ട് മാർക്കറ്റിലേക്ക് എത്തിച്ചു. അതിനെ അദ്ദേഹം ക്യാൻവാസ് ചെയ്തു, പറ്റുന്ന സർക്കിളുകളിലേക്ക് എത്തിച്ചു. ഇപ്പൊ ബിഗ് ബോസ് എന്നൊരു ഷോയിൽ എത്തിയതിനു ശേഷം ആ ഒരു എഴുതിയ കഥ ഇന്ന് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളുടെ രീതികളെയും അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം എല്ലാവരും കൂടി തന്നെ ചേർത്ത് നിർത്തുക. അദ്ദേഹം അവിടെ പലപ്പോഴായിട്ട് പല കാർഡുകളും ഇറക്കിയെന്ന് പറയുന്ന ഷാനവാസ്, വേണമെങ്കിൽ ഷോനവാസ് എന്നൊരു പേര് അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിയത് വളരെ ക്ലിയർ ആയിട്ടുള്ള. കാരണം എനിക്ക് ആദ്യം വളരെയേറെ ഇഷ്ടമുള്ള, എന്റെ തുടക്കത്തിലെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഷാനവാസിന്റെ ഒരു പവർ ഇമ്പാക്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഷാനവാസ് ഇപ്പൊ പോകുന്ന ഒരു എൻഡിലേക്കൊക്കെ എത്തുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായി മാറിയ കാഴ്ച വളരെയേറെ വിഷമിപ്പിക്കുന്നതും കൂടിയാണ്. കാരണം തുടക്കത്തിലൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെയൊക്കെ കുറച്ചും കൂടെ എന്താ പറയാ കംഫർട്ട് ആക്കിയ ഒരു മനുഷ്യൻ ഇങ്ങനെ അതപ്പതിച്ചു പോകുന്ന കാണുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം പെങ്ങൾ കുട്ടിക്കാർഡ് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്, അവർക്കത് ഫെയിലായ ഒരു രീതിയായിരുന്നു. ഒരു എന്താ പറയാ ആ ഒരു സിസ്റ്റം തന്നെ ഹൗസിനുള്ളിൽ വർക്കൗട്ട് ആവാത്ത ഒരു സാധനമാണ്. പക്ഷെ അതിലേക്ക് കയറി പിടിച്ച ഷോനവാസ്. രണ്ടാമത് സ്ത്രീകൾ ഉയർത്തുന്ന വോയിസുകളോട്, സ്ത്രീ ശക്തമായി പറയുന്ന വാക്കുകളെ വളരെ ശക്തമായി അടിച്ച് താഴ്ത്തുന്ന, അതായത് ഒരു സ്ത്രീപക്ഷ നിലപാടുകളെ വ്യക്തമായ രീതിയിൽ അടിച്ചു താഴ്ത്തുന്ന ഒരു ഷാനവാസ് നമുക്ക് പല വേളകളിൽ കാണുന്നുണ്ടായി. കാരണം അവിടുത്തെ ഫീമെയിൽ മത്സരാർത്ഥികളോട് പ്രയോഗിക്കുന്ന വാക്കുകളിലായാലും അവർ പറയുന്ന വിഷയങ്ങളിലുള്ള കടന്നാക്രമണങ്ങളായാലും വളരെ പീക്ക് ലെവലിൽ ഈ പറയുന്ന ഷാനവാസ് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അനീഷ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള സൗഹൃദം, അനീഷ് ഇന്ന് ജയിലിനകത്ത് വെച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ഈ ഷാനവാസിനോടുള്ള, അനീഷ് പലതരത്തിലുള്ള ഗെയിമുകളോടെ കളിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് ഗെയിം കളിച്ച് പഠിച്ച് അതിനകത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന അനീഷ്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും ചിലപ്പോൾ ഗെയിമുമായി കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ അവിടെ അദ്ദേഹത്തെ ഇമോഷണലി ഒന്ന് ബോണ്ട് ചെയ്യപ്പെട്ട ആളാണ് ഈ പറയുന്ന ഷാനവാസ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അനീഷ് എന്ന് പറയുന്ന ആളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ പ്യൂറാണ്, വളരെ ഫ്രഷ് ആണ് ഈ പറയുന്ന ഷാനവാസിനോടുള്ളത്. എനിക്ക് തോന്നുന്നു അനീഷിനോട് ഹൗസിനുള്ളിൽ ഏക കണക്ട് ആയിട്ടുള്ള ഒരാൾ ഈ പറയുന്ന ഷാനവാസ് മാത്രമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഷാനവാസ് കറക്റ്റ് ഫേക്ക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ പറയുന്ന അനീഷുമായിട്ട് അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഒരു എന്താ നമുക്ക് ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊരു സാധനം പുറത്തേക്ക് വെച്ചിട്ട് അതിനകത്ത് നിന്നിട്ട് ഈ പറയുന്ന പോലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു, തന്റെ സുഹൃത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു ഫ്രണ്ട്സിനെയെന്ന്. അത് ഒരു പരിധി വരെ ഒരു 70% നമുക്കത് എഗ്രി ചെയ്യാം. പക്ഷെ ഫ്രണ്ട്സ് ചെയ്യുന്ന തെറ്റുകളെ തിരുത്തുവാനും ഒരു സുഹൃത്തിനെ കൊണ്ട് തന്നെ കഴിയണം. നീ ചെയ്തത് തെറ്റെന്ന് ആ ഫ്രണ്ട്സിന് പറയാനുള്ള ഒരു ധൈര്യം അവിടെ ഉണ്ടാവണം. ഷാനവാസ് അത്തരത്തിലേക്ക് ഒരു രീതിയിലേക്ക് കൺവെർട്ട് ചെയ്ത് പോയിട്ട് ചില സമയങ്ങളിൽ ഈ പറയുന്ന അനീഷിനെ മറ്റുള്ളവരെ കൊണ്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പോലും ഹൗസിനുള്ളിൽ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഷാനവാസിന് അനീഷിനുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ ലോയൽ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ന്. അത് വളരെ ഫേക്ക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അനീഷിന് അദ്ദേഹത്തിന്റെ അച്ഛനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നില്ല. അത് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിൽ ഈ പറയുന്ന മരുന്ന് നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു ഇമോഷണൽ കണക്ഷൻ അനീഷിന്റെ ബോണ്ടിലുണ്ട്, ഓൾറെഡി ഉണ്ട്, അച്ഛനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വിഷയം. അത് പയ്യെ ഈ പറയുന്ന ഷാനവാസിലേക്ക് അദ്ദേഹത്തിന് അതൊരു ഫാമിലി ആയിട്ട് അദ്ദേഹത്തിന് ഒരു ബോണ്ടിങ് വരുന്ന രീതിയിലേക്ക് മാറുകയും അതൊരു സൗഹൃദത്തിലെത്തുകയും അതിന്റെ ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് അദ്ദേഹം കീപ്പ് ചെയ്യാൻ നോക്കി. പക്ഷെ എവിടേക്ക് തെന്നിത്തെറിച്ച് പോകുന്ന കാഴ്ച നമ്മൾ ഹൗസിലുള്ള പല തവണ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ലക്ഷ്മിയുടെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി വളരെ ആദ്യത്തെ ഒരു സമയത്തൊന്ന് ചീറായി വന്നിട്ട് പിന്നെ സൈലന്റ് ആയി ഇറങ്ങിയ ഒരാളാണ്. കണ്ടന്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ടന്റുകൾ കുറയുന്നു എന്ന് ലക്ഷ്മിയോട് ഒരുപാട് പറഞ്ഞപ്പോൾ പല കണ്ടന്റുകളും ഇപ്പോൾ ചാടി പിടിക്കുന്ന ഒരു ലക്ഷ്മിയെ കണ്ടു. അനുമോൾ എന്ന് പറഞ്ഞ വിഷയം, അനുമോളുടെ പൊതുവെയുള്ള മറ്റേ എല്ലാ കാര്യങ്ങളോടും വ്യക്തമായി എതിർപ്പ് രേഖപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ പോലും അനുമോൾ എന്ന് ഫുഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ആ അളന്നിടുക എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെ അമ്മമാർ നമ്മളെയൊക്കെ
നമുക്ക് അന്നം തന്ന് നമ്മൾ ആദ്യം നമ്മളെ ഊട്ടിയ നമ്മളെ അമ്മമാരാണ്. ആ അമ്മമാർ ചിലപ്പോൾ അവരുടെ കൈ കൊണ്ട് അളക്കാതെ, ഒരു നാഴി വെച്ച് അളക്കാതെ, വ്യക്തമായ മനസ്സിന്റെ അളവ് പോലും വെച്ചിട്ട് വ്യക്തമായിട്ട് അരി ഇടാറുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ ലക്ഷ്മി എത്രത്തോളം എത്തി എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് കണ്ടത്. ലക്ഷ്മി പറഞ്ഞു, ഞാൻ അളന്നില്ല, അതിന്റെ ഉള്ളിലുള്ള ഒരു കൃത്യതയാണെന്ന് പറഞ്ഞിട്ട് കൂടുതലായി വന്ന ഭക്ഷണം അത് നാളെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നു എന്ന് പറയുന്നതിനോട് ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ റേഷനാണ്, അപ്പൊ അതുകൊണ്ട് വളരെ പരിമിതമായ അളവിലാണ് ഫുഡുകൾ കിട്ടുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ കിച്ചൺ ഡ്യൂട്ടിയിലുള്ള ആളുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് അനു എടുത്ത ആ ഒരു ടേക്ക് വളരെ വ്യക്തവും കൃത്യവുമാണ്. അതിന് അനുവിനുള്ള ഹൗസിൽ നിന്ന് അതിന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് കണ്ടില്ല. പുറത്തും അനുവിനെ അതിനെ ആക്രമിക്കുന്ന ആളുകളെ തന്നെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അനു അവിടെ ഉന്നയിച്ചിരുന്ന കാര്യം വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൗണ്ടറായിട്ട് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അഡാർ ഫ്ലോപ്പുമായിരുന്നു. ഇനി ആദില നൂറയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ആദില നൂറയ്ക്കെതിരെ ലക്ഷ്മി നടത്തിയ പരാമർശത്തോട് ഇവിടുത്തെ ജനം, എനിക്കൊണ്ട് മലയാളികളുടെ ഒരു ഭൂരിഭാഗം പേരും ഈ പറയുന്ന ആദിലയുടെ നൂറയുടെ ഒപ്പം നിന്നവരാണ്. പക്ഷെ അന്നുണ്ടായ ആ ഒരു വിഷയത്തെ ഇന്നും കഴിയാത്ത ഒരു വിഷയമായി, ഇനിയും പറഞ്ഞു തീരാത്ത ഒരു വിഷയമായി പല അവസരങ്ങളിലും അതിന്റെ ഒരു സ്പാർക്ക് ഇപ്പോഴും ഹൗസിൽ കൊണ്ടു നടക്കുന്ന ഒരു ആദിലെ നൂറെ നമുക്ക് കാണുന്നുണ്ട്. അതുതന്നെ കഴിഞ്ഞ കാര്യങ്ങൾ വിടാതെ ആ വിഷയങ്ങളിൽ നിർത്തിക്കൊണ്ട് പിന്നെ പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ കണക്ട് ചെയ്ത് ഇതിലേക്ക് എത്തിക്കുന്ന ഒരു കണ്ടന്റ് മേക്കേഴ്സായി മാറുമ്പോൾ അവരുടെ ഒരു ഗ്രാഫ് വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഹൈയിലേക്ക് പോകില്ല. അവിടെ വളരുന്നത് ലക്ഷ്മിയുടെ ഗ്രാഫാണ്. കാരണം ഒരിക്കൽ കഴിഞ്ഞു പറഞ്ഞ് അവസാനിപ്പിച്ചു. പുറത്ത് ജനം വളരെ രീതിയിൽ ഈ പറയുന്ന ലക്ഷ്മിയെ ക്രിട്ടിസൈസ് ചെയ്തു. എന്ത് ചെയ്ത ലാലേട്ടൻ പോലും വളരെ വ്യക്തമായ രീതിയിൽ വാക്കുകൾ കൊണ്ട് ലക്ഷ്മിയോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോയൊരു ടോപ്പിക്ക് പിന്നെയും അതിനകത്ത് ഊതി പെരുക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നും തോന്നുന്നില്ല. അവർ ഉന്നയിക്കുന്ന അവരുടെ ഒരു നോർമലൈസ് ചെയ്യാൻ പറയുന്ന ആ ഒരു ടോപ്പിക്കിനോട് അതേ രീതിയിലുള്ള സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിലും ഇത് പിന്നെയും ഇതിങ്ങനെ അവർ തന്നെ ഈ ഒരു വിഷയത്തെ ഒരു പ്രശ്നം എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് എന്തുമാത്രം ജനങ്ങൾ അതിനെ ഇനി ഏറ്റെടുക്കും എന്നുള്ളത് വളരെ സംശയം. കാരണം അവരുടെ തന്നെ ഒരു വഴിയിനെ തടസ്സം നിൽക്കുന്നു എന്നതുപോലും എനിക്ക് സംശയം ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതൊരു കണ്ടന്റായി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത് ഇവിടെ നിലനിൽപ്പിന് വേണ്ടി, ഇവിടെ പുറത്തുള്ള ആളുകളുടെ പിന്തുണയ്ക്ക് വേണ്ടി ഇതൊരു കണ്ടന്റ് ആക്കി മാറ്റുന്നു എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. ഇനി ഞാൻ പറയുന്നത് പോലെ അവിടെ എല്ലാവരും അവരുടെ സ്പേസുകളിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഗെയിമുകൾ കളിക്കുന്നുണ്ട്. എന്തായാലും ടോപ്പ് 5ലേക്ക് എത്തുന്നതിൽ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഉള്ള ആളുകളിൽ നിന്നും ടോപ്പ് 5ലേക്ക് എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികളായി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒന്ന് അനീഷ് തന്നെയായിരിക്കും, രണ്ടാമത് അനുമോളായിരിക്കും, അതുപോലെ തന്നെ മൂന്നാമത് എത്തുന്നത് ആര്യനായിരിക്കും, നാലാമത് ഷാനവാസ് ഉണ്ടാവും, അഞ്ചാമത് ഒന്നുകിൽ ബാലൻസിങ് ആണ്, അത് ചിലപ്പോൾ ഒരുപക്ഷെ നൂറയാവാം അല്ലെങ്കിൽ ആദിലയാവാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ അക്ബർ ആവാം. ഈ പറയുന്ന 7 പേരായിരിക്കും ഈ ടോപ്പ് 5ലേക്ക്. ഇതിൽ നിന്നും 2 പേർ എന്തായാലും പോകും, എങ്കിലും അതൊരു ടോപ്പ് 5 ഫിഗറിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധ്യതയുള്ളൂ. ഒന്നുകിൽ നൂറ പോവാൻ, അല്ലെങ്കിൽ ആദില പോവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ ആര്യൻ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പോഴും ഒരു ടോപ്പ് 7 ഒക്കെ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. ടോപ്പ് 5 ഇപ്പോഴും ടൈറ്റ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 3 പേരുടെ കാര്യം ഉറപ്പാണ്. അത് ഒരു തുടക്കത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു ഗ്രാഫ് കൊണ്ടാണ്. ഇപ്പോൾ ഷാനവാസിന്റെ ഒരു ഗ്രാഫ് താഴുന്നുണ്ടെങ്കിലും വോട്ടിംഗ് സൈഡിലൊന്നും അത്ര വീക്ക് ആവാൻ പോകുന്നില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വോട്ടിംഗ് ഇപ്പോൾ ഷാനവാസിന് എപ്പോഴും ഉള്ളതുപോലെ ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇതിൽ നിന്നും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു 3 പേരുണ്ട്. അവർ ഈ ടോപ്പ് 5ലെ 3 ഫിഗറിൽ തന്നെ ഉണ്ടാവും. ഒന്ന് അനുമോൾ, അതുപോലെ തന്നെ അനീഷ്, ഷാനവാസ്. അപ്പോ ഇനിയുള്ളവരുടെ മത്സര രീതികൾ നമുക്ക് കാണാം. പുതിയ എന്താ പറയുക, അവരുടെ മാറ്റങ്ങൾ നമുക്ക് കാണാം. ലാലേട്ടന്റെ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇത്തവണ ആരാണ് എവിക്റ്റ് ആയി പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ വളരെ സസ്പെൻസ് ആയിട്ടുള്ള എലിമെന്റ്സ് നിർത്തിക്കൊണ്ട് നമുക്ക് അതൊക്കെ കാണാം. ഇനി മറ്റു വിശേഷങ്ങളുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.